ഈ ബെർണോളിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ക്ലാസ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, which actually can be converted into linear differential equation. അതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പം അത് എങ്ങനെയാണ് അത് കൺവേർട്ട് ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നമുക്കറിയാം ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോർമാറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, റൈറ്റ്? വാട്ട് ഇസ് ദ ഫോർമാറ്റ് ഓഫ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? dy by dx, right, plus p into y is equal to q, where p and q are functions of x. അപ്പോൾ ഈ ഫോർമാറ്റിലുള്ള ഒരു ഇക്വേഷൻ ആക്കി കഴിഞ്ഞാൽ then you can easily write the solution as y into integrating factor is equal to integral q into integrating factor dx plus c. ഇതാണ് അതിന്റെ സൊല്യൂഷൻ, where integrating factor is nothing but e to the power integral p dx. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. All of you recollect this? So ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഇപ്പൊ dy by dx plus p into y equal to q into y raised to n, where p and q are again functions of n. Actually ഇത് linear differential equation അല്ല. ഈ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ you cannot map it with this, right? dy by dx ടേം മാത്രമേ സെയിം ഉള്ളൂ, പ്ലസ് py ഉണ്ട്, ബട്ട് qന്റെ കൂടെ നമുക്ക് y raised to n ഉണ്ട്. അപ്പൊ അത് ആക്ച്വലി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് നമുക്ക് ലീനിയർ തന്നെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ബട്ട് ഈ മെത്തേഡിൽ സോൾവ് ചെയ്യാൻ പറ്റില്ല, അല്ലെ? ഈ മെത്തേഡിൽ സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ മെത്തേഡിൽ സോൾവ് ചെയ്യുന്ന രൂപത്തിലോട്ട് ആക്കാനുള്ള ഒരു പ്രൊസീജിയർ ആണ് ഇനി പറയുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് യു ആക്ച്വലി ഡിവൈഡ് ഇറ്റ് ത്രൂ ഔട്ട് ബൈ y raised to n. അപ്പൊ എന്ത് വരും? 1 by y raised to n into dy by dx plus p into y by y raised to n is equal to q. Is it okay? ഞാൻ ത്രൂ ഔട്ട് y raised to n കൊണ്ട് ഡിവൈഡ് ചെയ്തു, റൈറ്റ്? അപ്പൊ എനിക്ക് now that implies this is actually equal to y raised to minus n into dy by dx plus p into y raised to, ഇവിടെ നോക്കാം 1 ഉം n ഉം, അപ്പൊ y raised to 1 minus n is equal to q എന്ന് എഴുതാം, ശരിയല്ലേ? y raised to minus n into dy by dx plus p into y raised to 1 minus n equal to q എന്ന് എഴുതാം, കറക്റ്റ്? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആകെ ഒരൊറ്റ കാര്യം ആലോചിക്കണ്ടോ. സി, നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഈ ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ടേം y to the power 1 ആണ്, ഇപ്പൊ y to the power 1 minus n ആണ് കാണുന്നത്. അങ്ങനെ പാടില്ല. അപ്പൊ നമുക്ക് അതിനെ ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ I will take y raised to 1 minus n, y raised to 1 minus n എടുത്ത് that I will put as a new variable z. ഓക്കെ, ഇതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് കേട്ടോ. യു ടേക്ക് ദിസ് y raised to 1 minus n, ഈ പിയുടെ കൂടെ കിടക്കുന്ന ടേം എന്താണോ അത് ആലോചിച്ചാൽ മതി. Take y raised to 1 minus n and put it as z. Now, if you differentiate this equation, if you differentiate this equation on both sides, you will have 1 minus n into y raised to, see, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? y raised to 1 minus n ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 minus n into y raised to 1 minus n minus 1, അല്ലെ? into dy by dx must be equal to dz by dx എന്ന് എഴുതാം, ശരിയാണോ? I'm differentiating both sides of this equation, right? I'm differentiating both sides of this equation. So y raised to 1 minus n differentiate 1 minus n into y raised to 1 minus n minus 1 into dy by dx equal to dz by dx. Correct? Now you just check 1 minus n into y raised to 1 minus n minus 1, that becomes minus n into dy by dx equal to dz by dx. Right? അല്ലെങ്കിൽ ഈ y raised to minus n into dy by dx എന്ന് പറയുന്ന ടേമിന് പകരമായിട്ട് എനിക്ക് വേണമെങ്കിൽ that is also equal to, I can write it as dz by dx into divided by 1 minus n എഴുതാം, അല്ലേ? ഈ ടേമിൽ നിന്ന് ഈ 1 minus n താഴേക്ക് എടുത്താൽ I can write this as y raised to minus n into dy by dx is equal to actually 1 by 1 minus n into dz by dx എന്ന് എഴുതാം. ഓക്കെ ആണോ? ഇതുവരെ എല്ലാ സ്റ്റെപ്പും മനസ്സിലായിട്ടുണ്ടോ? Now I am putting this back. ഈ y raised to minus n into dy by dx ന് പകരം ഞാൻ എന്ത് എഴുതി? 1 by 1 minus n into dz by dx, right? Plus p into, you know what is y raised to 1 minus n? അത് നമ്മൾ എന്താ എടുത്തിട്ടുണ്ടായിരുന്നു? y raised to 1 minus is nothing but z. So plus p into z equal to q, right? Now what I have is actually an equation in this format. ഇതിനെ നമുക്ക് 1 minus n കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ you will actually get the equation as dz by dx
plus 1 minus n into p into z equal to q. Now you can compare it with this equation. Y യുടെ സ്ഥാനത്ത് z ആയിരുന്നുള്ളൂ. You can always solve it using linear differential equations format. So this is how a Bernoulli's equation, ഇതാണ് Bernoulli's equation the general form. Bernoulli's differential equation can be solved. Is it clear? Do I need to repeat? These are the steps. അതിൽ ആകെ ഒരു കാര്യമാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഓർത്ത് വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ you throughout divide by y raised to n. That is the first step. ഇതിനെ throughout divide by y raised to n. And then remember whatever is the coefficient of p. p യുടെ coefficient എന്താണോ അതാണ് നിങ്ങൾ z ലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. Okay, I'll repeat. Ruby Rahman, I'll repeat. Okay. So let me check if I have another slide kept for this now. Okay. ഒന്നും കൂടെ ഞാൻ പറയാം. വേറൊരു സ്ലൈഡ് എടുത്ത് പറയാം. I have the equation dy by dx plus py equal to y raised to n. So throughout y raised to n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 by y raised to n into dy by dx will be equal to plus p into y raised to 1 minus n equal to 1 എന്ന് വരും. Correct? ഈ y raised to n നെ മുകളിലേക്ക് എടുത്താൽ y raised to minus n into dy by dx is equal to plus p into y raised to 1 minus n equal to, sorry, q ഉണ്ടായിരുന്നല്ലോ ഇവിടെ. So this is equal to q എന്ന് വരും. 1 into q. Okay. So this is equal to q എന്ന് വരും. Correct? q ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഈ സ്ലൈഡിൽ ഇതായിരുന്നു നമ്മുടെ റിലേഷൻ. ഇതായിരുന്നു റിലേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ. ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് ഇതിൽ ഇമ്പോർട്ടന്റ്. ഓക്കെ. The only step which is important is you replace y raised to 1 minus n by y raised to 1 minus n equal to z എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Now differentiate both sides. Now differentiate both sides. ഇതുവരെ മനസ്സിലായോ എല്ലാവർക്കും? റൂബി, ജാസ്മിൻ ആൻഡ് ലക്ഷ്മി, ഇതുവരെ മനസ്സിലായോ ഈ സ്റ്റെപ്പ് വരെ? ഡിവൈഡ് ത്രൂ ഔട്ട് ബൈ y raised to n ഓക്കെ ആണോ? യെസ്. യാ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ യു ഡിഫറൻഷിയേറ്റ്, സോറി, y raised to 1 minus n ന് പകരം പുതിയൊരു വേരിയബിൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പുതിയൊരു വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആക്ച്വലി ഐ ക്യാൻ പുട്ട് y raised to 1 minus n equal to z. അതായത് പിയുടെ കൂടെ കിടക്കുന്ന ടേം എന്താണോ അത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. y raised to 1 minus n ആണ് ആ ടേം. അതിന് ഞാൻ പുതിയൊരു വേരിയബിൾ കൊടുക്കും. ഇനി നമ്മൾ രണ്ട് സൈഡും ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. എങ്ങനെയാ ഡിഫറൻഷിയേറ്റ് ചെയ്യുക? ഈ x raised to n ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം n x raised to n minus 1 ആണ്. അതേ സംഭവം ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സിന് പകരം y ആയതുകൊണ്ട് 1 minus n into y raised to 1 minus n minus 1 എന്ന് വരും. ഇൻറ്റു x അല്ലാത്തത് കൊണ്ട് yക്ക് പകരം y ആയതുകൊണ്ട് ചെയിൻ റൂൾ ഓഫ് ഡിഫറൻസിയേഷൻ dy by dx. x ആയിരുന്നെങ്കിൽ നമുക്കൊന്നും ചെയ്യണ്ട, y ആണെങ്കിൽ ഇൻറ്റു dy by dx കൂടെ എഴുതണം. ദിസ് ഇസ് ഈക്വൽ ടു dz by dx എന്ന് എഴുതാം. കറക്റ്റ്? ശരിയാണോ? All of you are okay until this point? Yeah. ഇനി നമ്മൾ ചെയ്യുന്നത്, see this is now y raised to minus n മാത്രമാവും. 1 ഉം minus 1 ഉം ക്യാൻസൽ ആവും. ഈ രണ്ട് ടേംസ് ക്യാൻസൽ ആവും. ഇൻറ്റു dy by dx ഈക്വൽ ടു ഈ 1 minus n താഴേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 by 1 minus n ഇൻറ്റു dz by dx എന്ന് എഴുതാം. ഓക്കെ ആണോ? റൈറ്റ്? ഇതുവരെ ഓക്കെ ആണോ? യെസ്. ഇനി നമ്മൾ ജസ്റ്റ് ഇതിൽ റീപ്ലേസ് ചെയ്യുന്നു. ദിസ് ഇസ് വാട്ട് ഇസ് ഓൺ ദ ലെഫ്റ്റ് സൈഡ്, റൈറ്റ്? ഇതിന് പകരം എനിക്ക് ഇത് വെച്ച് റീപ്ലേസ് ചെയ്തൂടെ? അപ്പൊ ഞാൻ എന്ത് എഴുതും? ഐ വിൽ റൈറ്റ് ഇറ്റ് ആസ് 1 by 1 minus n into dz by dx plus p into, you know what is y raised to 1 minus n, right? Y raised to 1 minus is what we have substituted as z. So that is z equal to q, right? Now multiply throughout by 1 minus n. So dz by dx plus 1 minus n into p into z equal to q into 1 minus n. See, ഈ 1 minus n എന്ന് പറയുന്ന ഒരു ജസ്റ്റ് ഒരു നമ്പർ മാത്രമല്ലേ, ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ അല്ലേ. അപ്പോൾ 1 minus n into p എന്ന് പറഞ്ഞാൽ ഒരു ന്യൂ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് എഴുതാം. q into 1 minus n എന്ന് പറയുന്ന ഒരു ന്യൂ ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ കമ്പയർ ദിസ് ആസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നാണ് പറഞ്ഞത്. Now this is almost equal to dy by dx plus py equal to q. നിങ്ങളുടെ പുതിയ p എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതാണ്, പുതിയ q എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതാണ്. എന്തായിരിക്കും ആൻസർ? ഇതാണ്, ഇതേ സംഭവമാണ് നമ്മളിവിടെ ചെയ്തത്. ഇവിടെ
y raised to 1 minus n ന് പകരം z ന് പകരം ഇവിടെ v ആണ് ഇവർ എടുത്തേക്കണമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. സോ ആക്ച്വലി you can get the answer very quickly. ഓപ്ഷൻ ഏതാ വരിക? യാ, ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ ആ മോഡലിലുള്ളത് ഡയറക്റ്റ് ചെയ്യാനും ഞാൻ ഇട്ടിട്ടുണ്ട്. സോ വാട്ട് ഈസ് ഗോയിങ് ടു ബി ദ സൊല്യൂഷൻ? ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്തിട്ടേക്കണം, ഓപ്ഷനുള്ള ക്വസ്റ്റ്യൻ അല്ല. വേണമെങ്കിൽ ഒന്ന് ചെയ്ത് കാണിക്കാം, ഫുൾ ആയിട്ട് ചെയ്ത് കാണിക്കാം. ഓക്കെ, പ്ലീസ് ലിസൺ. dy by dx plus 4 by x into y equal to x cube into y square. ഇതാണ് ക്വസ്റ്റ്യൻ. So you immediately come to the conclusion that this is Bernoulli's equation. ശരിയല്ലേ? And it is given that y of t equal to -1. ഇത് Bernoulli's equation അല്ലേ? So I know this is p and this is q, right? ഇതാണ് നമ്മുടെ p, ഇതാണ് q. സാധാരണഗതിയിൽ, right? Previous question. Yeah, previous question. This one. The scheme. Actually ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ഡെറിവേഷൻ തന്നെയാണ്. The same thing. അതിൽ വേറെ വേരിയബിൾ ഇട്ടിട്ടുണ്ടെന്നുള്ളൂ. ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യണം, അതാണ് വേണ്ടത് അല്ലെ? ഞാൻ ആദ്യം പറഞ്ഞതായിരുന്നു y സ്ക്വയർ ആണ് ഇവിടുത്തെ, n is actually equal to 2 here, so I need to divide throughout by y square. So what I'll have is y raised to -2, ഇവിടെ y square കൊണ്ട് ഡിവൈഡ് ചെയ്ത y raised to -2 into dy by dx will be plus 4 by x into y raised to y നെ y square കൊണ്ട് ഡിവൈഡ് ചെയ്ത y raised to -1 equal to x cube. Okay, now എന്താണ് പുതിയ വേരിയബിൾ ഡിക്ലെയർ ചെയ്യേണ്ടത് എന്നൊന്ന് പറയാൻ പറ്റുമോ? വാട്ട് ഷുഡ് ബി ദ ന്യൂ വേരിയബിൾ? സെഡ് എന്തായിരിക്കണം? വാട്ട് ഷുഡ് ബി സെഡ്? Can somebody give the answer? What should be said here? ഞാൻ എപ്പോഴും പറഞ്ഞു z എന്താന്ന് അറിയാനായിട്ട് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഈ ടേമിന്റെ കൂടെ കെടുക്കുന്നത് എന്താണോ, ഈ 4 by x ന്റെ കൂടെ കെടുക്കുന്ന ടേം എന്താണോ അതെടുത്ത് z പറഞ്ഞാൽ മതി. 1 by y. Yeah, so z is actually equal to y raised to -1, or that is 1 by y. Okay, now I'll differentiate on both sides. So dz by dx is equal to -1 by y square into dy by dx. Okay, 1 by y derivative എന്ന് പറഞ്ഞാൽ -1 by y square അല്ലേ? Correct? So I can write y to the power -2 into dy by dx is actually minus dz by dx എന്ന് എഴുതാം. കാരണം ഈ മൈനസ് സൈൻ ഞാൻ ഇപ്പുറത്തേക്ക് എടുത്തു, y to the power y square താഴെയുള്ളത് മുകളിലേക്ക് എടുത്തു, y to the power -2 ആക്കി. So this term now can be replaced as minus dz by dx. Correct? So I will write it as this is minus dz by dx plus 4 by x into z, കാരണം ഇതാണ് നമ്മൾ z ആയിട്ട് എടുത്ത്, equal to x cube. Right? ഇനി എന്താ ചെയ്യേണ്ടത്? ഈ നെഗറ്റീവ് സൈൻ ഒന്ന് കളയണം അല്ലെ? അപ്പൊ ഞാൻ ത്രൂ ഔട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ദിസ് ബിക്കംസ് dz by dx minus 4 by x into z equal to minus x cube എന്ന് വരും. Okay, now this is in the form of linear differential equation. Linear differential equationന്റെ ഫോർമാറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്തായിരുന്നു linear differential equationന്റെ ഫോർമാറ്റ്? All of you remember that? That is dy by dx plus p times y equal to q. Adile p is equal to -4 by x and q is equal to -x cube. I think someone's mic is on. Could you please unmute his? A second. Sujit PS. Okay. Yeah. Okay, no problem. Actually, the baccalaureate disturbance ആവാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. Okay. So this is p is equal to -4 by x and q is equal to -x cube. Right? So integrating factor എന്തായിരിക്കും? What will be the integrating factor? Integrating factor will be equal to, integrating factor നമുക്ക് കണ്ടുപിടിക്കാം. Right? Integrating factor എന്തായിരിക്കും? e raised to integral p dx, right? Which is equal to e raised to integral -4 by x dx. Right? So that is e to the power minus integral 4 by x dx. So that is equal to e to the power minus 4. 1 by x in dx in integral എന്താണ്? log x ആണ് അല്ലേ? log x ആണ്. log to the base e. Now, so e to the power, now I can also write it as e to the power log of x to the power -4 എന്ന് എഴുതാം. അതെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. You can always write exponent of
e to the power ടേംസിനെ അങ്ങനെ എഴുതാൻ പറ്റും. അത് ഞാൻ വേണമെങ്കിൽ ഇവിടെ ഒന്ന് എഴുതി വെക്കാം. അതായത് നിങ്ങൾക്ക് if you have a log x that is actually equal to log of x to the power a. All of you know this, right? നിങ്ങൾക്ക് അറിയുന്ന കാര്യമില്ല. അപ്പൊ ഈ -4 ഞാൻ ഇതിന് മുകളിലേക്ക് കൊണ്ടുപോയി. ഇനി e to the power log of something is actually x to the power -4 എന്ന് എനിക്ക് ആൻസർ വരും. Okay, so I have the integrating factor as h to the power -4. I have the integrating factor as h to the power -4. Now what can I do? H to the power -4. So y into integrating factor h to the power -4 equal to integral q into q എന്താണ് minus h cube ആണ് q അല്ലേ, into integrating factor h to the power -4 dx plus c. Okay, so I think I have not kept any slide വെച്ചിട്ടില്ല ഇതിൽ. റൈറ്റ്, മുകളിലത്തെ ഭാഗം ജസ്റ്റ് ഒന്ന് മാറ്റാമോ? ഇതെല്ലാവരും കോപ്പി ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ മുകളിലത്തെ ഭാഗം ഒന്ന് മാറ്റൂടെ? റൈറ്റ്, ഈ ഭാഗം ഒന്ന് മാറ്റട്ടെ. സെക്കൻഡ്, മുകളിലത്തെ ഭാഗം മാറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ, എല്ലാവരും കോപ്പി ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ രണ്ട് കോൺസെപ്റ്റ് കണ്ടു കഴിഞ്ഞത് തന്നെ ചെയ്യാൻ പറ്റേണ്ടതാണ്. ഓക്കെ, സോ ഐ ക്യാൻ റൈറ്റ് y into h to the power -4 equal to integral minus c h cube into h to the power -4 is 1 by x dx plus c. So this is minus log x plus c. അപ്പോൾ y എന്ത് വരും? y will be equal to h to the power -4 കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്താൽ I will have ഏതാണ് ഡൗട്ട് ഉണ്ടോ സുജിത്ത്? ഡെഫിനറ്റ്ലി z ആണ്, അത് തെറ്റിപ്പോയതാണ്. ഓക്കെ, z equal to z ആണ് നമുക്ക് കണ്ടെത്തുന്നത്. ഓക്കെ, ഇവിടെ z ആണ്, അത് മറന്നുപോയതാ, തെറ്റിപ്പോയതാ. ഓക്കെ, കാരണം നമ്മൾ ഈ സെഡിലാണല്ലോ ഫംഗ്ഷൻ ഇപ്പോൾ ഉള്ളത്. ഇതിപ്പോ ഈ സെഡിലുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് z ആണ്. ഇനി സെഡിനെ തിരിച്ചെഴുതാട്ടോ നമുക്ക് അവസാനം. ഓക്കെ, സോ z is equal to എന്തായിരുന്നു നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒന്നോ എവിടെയായിരുന്നു? അത് മാറ്റി കളഞ്ഞു അല്ലെ നമ്മൾ. z is actually equal to 1 by y ആയിരുന്നു അല്ലെ. സോ ഐ ക്യാൻ റൈറ്റ് z എന്ന് പറയുന്നത് 1 by y ആയിരുന്നു. ഓക്കെ, z is equal to എന്ത് വരും? x raised to 4 minus x raised to 4 into log x plus c into x raised to 4 എന്ന് വരും. Now I can replace z by 1 by y. Okay, ഇനി ഇനീഷ്യൽ കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാം, അത്രേ ഉള്ളൂ. സോ ഐ ഹാവ് ദ സൊല്യൂഷൻ ഫൈനലി. ഓക്കെ, ഇസ് ഇറ്റ് സെഡ്? കറക്റ്റ്, സെഡ് ആണ്, തെറ്റിപ്പോയതാണ്. ഞാൻ പെട്ടെന്ന് വൈന്റെ ടേംസിൽ എഴുതിപ്പോയി. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ ടു ഓൾ ഓഫ് യു? ബെർണോളിസ് ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് മനസ്സിലായോ? ഇത് സ്പെഷ്യലായിട്ട് ഞാൻ രണ്ട് പ്രോബ്ലം എടുത്ത് ചെയ്യാൻ കാരണം സംടൈംസ് ചോദിക്കാറുണ്ട് പരീക്ഷകൾക്ക്, കോമ്പറ്റേറ്റീവ് എക്സാംസിന് റെഗുലറായി ചോദിക്കുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. അതുകൊണ്ടാണ് അത് നമ്മൾ സ്പെഷ്യലായിട്ട് എടുത്ത് ചെയ്തത്.